يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ لا تتخذوا بطانة من دونكم നിങ്ങളിൽപ്പെട്ടവരെ അല്ലാതെ ആരെയും രഹസ്യ സുഹൃത്തുക്കളാക്കാൻ പാടുള്ളതല്ല. ലാ യഅലൂനകും ഖബാലാ, അവർ നിങ്ങളിൽ നാശമുണ്ടാക്കുന്നതിൽ യാതൊരു കുറവും വരുത്തുന്നതല്ല. വദ്ദൂ മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടണമെന്നവർ മോഹിക്കുന്നു. ഖദ് ബദതിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് തന്നെ അവരുടെ കോപം പ്രകടമാകുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവർ മനസ്സുകളിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇതിനേക്കാളും വലുതാണ്. ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ഇൻ കുൻതും തഅഖിലൂൻ, നാം നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുന്നു. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇതിനെ ഗ്രഹിക്കുന്നതാണ്. ഈ ആയത്ത് കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ധാരാളം ആളുകൾ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഖുർആൻ വചനങ്ങളിൽ ഒന്നാണ്. നമ്മൾ എല്ലാ ജനങ്ങളോടും നല്ല നിലയിൽ വർത്തിക്കണമെന്നത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ജാതി മതവ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളോടും ആദരവോടെയും ബഹുമാനത്തോടെയും വർത്തിക്കണം. വലഖദ് കറംനാ ബനി ആദം, അല്ലാഹു ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ അയൽവാസികളായ നമ്മൾ ബന്ധപ്പെടാറുള്ള സഹപ്രവർത്തകരും സഹപാഠികളും ഇവരോടെല്ലാം നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ഇസ്ലാം വളരെ ശക്തമായും വ്യക്തമായും നിർദ്ദേശിക്കുകയും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഴുവൻ മഹാത്മാക്കളും നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തിരിക്കുന്നു. അമുസ്ലിമീങ്ങളോട് മാത്രമെന്നല്ല, കടുത്ത എതിരാളികളോട് പോലും അവരുടെ ബന്ധുക്കളോടും അവർ വളരെ ഔദാര്യത്തോടെയും ബഹുമാനത്തോടെയും വർത്തിക്കുമായിരുന്നു. ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുപുള്ളികൾക്ക് മഹാന്മാരായ സഹാബികൾ സ്വയം ആഹാരം കഴിക്കാതെ അവർക്ക് ആഹാരം കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതാണ് ഇസ്ലാം മറ്റുള്ളവരോടുള്ള
ബഹുമാനവും ആദരവും പഠിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്. വളരെ ആഴം നിറഞ്ഞ ബന്ധം, ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഫലനാത്മകമാകുന്ന ബന്ധം. തുറന്നു പറയുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് നീങ്ങാൻ താൽപര്യപ്പെടുന്നു. വളരെ നല്ല ആഗ്രഹം. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും അതിനുവേണ്ടി ആലോചിക്കുന്നതും വളരെ സൂക്ഷിച്ചാകണം. കണ്ടവരോടും കേട്ടവരോടും ചിരിച്ചു കാണിക്കുന്നവരോടും ചോക്ലേറ്റ് തരുന്നവരോടും മൊബൈലിലൂടെ ഹൈ ഹുയ് എന്നെല്ലാം കാണിക്കുന്നവരോടും ചാടിക്കേറി ഈ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. മറിച്ച് അവരോട് അരുത് എന്ന് പറയാനുള്ള മനക്കരുത്തുണ്ടാകണം. മഹാന്മാരായ സഹാബികളിൽ ചിലർ ഈ പറയപ്പെട്ടതുപോലെ എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കണം എന്ന ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ കടുത്ത ശത്രുക്കളോടും രഹസ്യമായി ബന്ധപ്പെടുകയും അവരോട് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിനെപ്പറ്റിയാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഇന്നും വളരെയധികം പ്രസക്തമായ കാര്യമാണ്. എല്ലാവരോടും നമ്മൾ നല്ല ബന്ധം വേണം. പക്ഷേ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ, വിശ്വാസവും ആരാധനയും സൽസ്വഭാവവും സൽക്കർമ്മവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുകയും വേണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും. ഇസ്ലാമിനോട് കടുത്ത ശത്രുത പുലർത്തുന്ന, യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആളുകളോട് നിങ്ങൾ അമിതമായി ബന്ധപ്പെടരുത്. അവർ നിങ്ങൾ ആത്മസുഹൃത്തുക്കളാക്കി മാറ്റി അവരുമായി രഹസ്യം പങ്കിടുകയും അതുപോലെ തന്നെ അവർ പറയുന്നത് പോലെ നീങ്ങുകയും ചെയ്യരുത്. അതെന്തുകൊണ്ടാണ്? ലാ യഅലൂനകും ഖബാലാ, അവർ നാശമുണ്ടാക്കുന്നതിൽ യാതൊരു കുറവും വരുത്തുന്നതല്ല. നിങ്ങളെ അപകടത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങളെ കഴിവിന്റെ പരമാവധി അപകടത്തിൽപ്പെടുത്തുക എന്നതാണ് അവരുടെ താൽപര്യം. അതിലവർ യാതൊരു വീഴ്ചയും വരുത്തുകയില്ല. വദ്ദൂമാനിത്തും, നിങ്ങൾ കഷ്ടപ്പെടണം, പ്രയാസപ്പെടണം എന്നവരാഗ്രഹിക്കുന്നു. നിങ്ങൾ അപകടത്തിൽ പോയി വീഴണം. ചിരിച്ചെല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ ആ ചിരി ഉള്ളിൽ കടുത്ത കോപം മറച്ചു വെച്ചുകൊണ്ടുള്ള ചിരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വാപ്പയും ഉമ്മയും ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടും. പക്ഷേ അഗാധമായ സ്നേഹം അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ആവേശത്തിന്റെ തിരതള്ളൽ കാരണം നമ്മൾ അകക്കണ്ണുകൾ കൊണ്ട് അകത്തുള്ള കാര്യങ്ങളിലേക്ക് നോക്കാറില്ല. എന്നോട് വാപ്പായിക്ക് എപ്പോഴും ദേഷ്യമാണ്, ഉമ്മായിക്ക് എപ്പോഴും ദേഷ്യമാണ് എന്നെല്ലാം പറഞ്ഞ് പലപ്പോഴും നമ്മൾ അവരെ തെറ്റിദ്ധരിക്കും. മറുഭാഗത്ത് നിങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്ന ആളുകളുടെ ബാഹ്യമായ ചിരിയും പ്രകടനങ്ങളും കണ്ട് വശീകൃതമാവുകയും ചെയ്യും. ഖദ് ബദതിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, എന്നാൽ ചിലപ്പോഴെല്ലാം അവരുടെ വായകളിൽ നിന്നും അവിചാരിതമായി അവരുടെ ശത്രുതകൾ പ്രകടമാവുകയും ചെയ്യാറുണ്ട്.
ഇസ്ലാമിനെ പറ്റി സംസാരിക്കുമ്പോൾ നായകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം വളരെ മോശമാകാറുണ്ട്. അവരുടെ ശത്രുത നിങ്ങൾക്ക് വ്യക്തമാകാറുണ്ട്. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. എന്നാൽ അവരുടെ മനസ്സുകളിൽ മറച്ചു വെച്ചിരിക്കുന്ന ശത്രുത ഇതിനേക്കാളെല്ലാം കടുപ്പമാണ്. അവരുടെ മനസ്സിൽ കടുത്ത ശത്രുതയാണുള്ളത്. അത് അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇസ്ലാമിനോട് എനിക്ക് താല്പര്യമെല്ലാം തന്നെയാണ്, പക്ഷേ അതിലെ ചില കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളോടുമുള്ള താല്പര്യമില്ലായ്മ അവർ പ്രകടമാക്കും. മുഹമ്മദ് നബി ആള് കൊള്ളാം, പക്ഷേ ചില കാര്യങ്ങൾ മോശമാണെന്ന് പറഞ്ഞ് ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും മോശമെന്ന് പറഞ്ഞു തുടങ്ങും. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ഇൻ കുൻതും തഅഖിലൂൻ. ആകയാൽ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തരുന്നു. എനിക്കാരുടെയും കുറ്റങ്ങളും കുറവുകളും അന്യായമായി പറയേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഉപദേശം ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉൾക്കൊള്ളുക. ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ഇൻ കുൻതും തഅഖിലൂൻ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്നതുകൊണ്ട് തുടങ്ങിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സ്നേഹനിർഭരവും അതീവ ഗൗരവമായ ഉപദേശങ്ങൾക്ക് മുമ്പാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന സംബോധന നടത്താറുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ ബിതാനതം മിൻ ദൂനികും ലാ യഅലൂനകും ഖബാല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും നല്ല നിലയിൽ ബന്ധപ്പെടണം. പക്ഷേ മതത്തിന്റെ വിഷയത്തിൽ വിശ്വാസം, കർമ്മം, സ്വഭാവം, ജീവിതം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ തികഞ്ഞ ജാഗ്രതയും ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടതാണ്. അത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും നല്ലതാണ്, ഇന്നേക്കും നല്ലതാണ്, നാളുകൾക്കും നല്ലതാണ്. അല്ലാഹു ഇത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.